ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദി ബാങ്കോക്ക് ബോയുടെ 11ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് ഇപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് സീനാണ്. സണ്ണിൻ്റെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് സണ്ണും അവൻ്റെ അച്ഛനുമായിട്ട് സംസാരിച്ചൊരു സീനാണ്. ഇതേ സീൻ നമ്മൾ ഫസ്റ്റ് എൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഏതൊരു എപ്പിസോഡിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സീനിൽ ഇപ്പോൾ ഒരു കഫേയിലിരുന്ന് സംസാരിക്കുകയാണ്. വേറൊരു കഫേ അല്ല, നമ്മുടെ മൂവി ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ചെറിയുടെ അങ്കിളിൻ്റെ ആ ഒരു കഫേ തന്നെയാണ്. അവിടെ നിന്ന് സംസാരിക്കുന്ന ടൈമിൽ സണ്ണിനോട് അച്ഛൻ ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ ക്ലാസ്സൊക്കെ കഴിയത്തില്ലേ, സ്കൂൾ ലൈഫ് കഴിഞ്ഞിട്ട് എന്താണ് പരിപാടി, ഉടനെ തന്നെ അടുത്ത് പഠിക്കാനായിട്ട് പോകുന്നുണ്ടോ, എന്താണ് പഠിക്കുന്നതെന്നൊക്കെ. ആ ടൈമിൽ സണ്ണ് പറയുന്നുണ്ട്, എനിക്കൊരു 1-2 വർഷം എഡ്യൂക്കേഷന് പോകുന്നതിന് പകരം ബോക്സിങ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് അച്ഛൻ്റെ ടാലൻ്റെയൊക്കെ കൂടെ, അതാണിപ്പോൾ എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നുണ്ട്. ആ സമയം സണ്ണിൻ്റെ അച്ഛനുമായിട്ട് സംസാരിക്കാനായിട്ട് രണ്ടുപേര് വരുന്നുണ്ട്. സണ്ണ് ആ ടൈമിൽ എനിക്ക് ക്ലാസ്സിന് പോകാൻ ടൈമായി, ബൈ അച്ഛാന്ന് പറഞ്ഞിട്ട് പോകാനായി ഇറങ്ങുന്നുണ്ട്. അച്ഛനിപ്പോൾ നേരെ അവൻ്റെ അടുത്തേക്ക് പോയിട്ട്, ഞാൻ പറഞ്ഞല്ലോ നിനക്ക് ഓർമ്മയുണ്ടല്ലോ, ഞാൻ ഏത് നിമിഷം വേണമെങ്കിലും മരിക്കാൻ സാധ്യതയുണ്ട്, പിന്നെ അതിന് ശേഷം എന്താണ് ചെയ്യേണ്ടതെന്ന് നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ എന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ സണ്ണാണെങ്കിൽ എനിക്കെല്ലാം അറിയാം അച്ഛാന്ന് പറയുന്നുണ്ട്. അതായത് സണ്ണിൻ്റെ അച്ഛൻ എപ്പോൾ വേണം മരിക്കാമെന്ന് സണ്ണിന് അറിയാമെന്നുള്ളൊരു കാര്യമായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ എപ്പിസോഡിൻ്റെ എൻഡിങ്ങിൽ കണ്ട സീനാണ് ഇപ്പോൾ കാണിക്കുന്നത്. പീസാൻ്റെ വീട്ടിലേക്ക് വരുന്നതും ആ വീട്ടിൽ കറുത്ത മാസ്ക് ഇട്ട് കുറേ പേര് നിൽക്കുന്നുണ്ടായിരുന്നു. അവരെല്ലാവരും വന്ന് ഇവനുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഇവനെ ബോധം കെടുത്തി അവരാണെങ്കിൽ ആരും കാണാതെ അവരുടെ വണ്ടി കയറ്റി ഇവനെ കൊണ്ടുപോവാണ്. ആ ഒരു ടൈമിൽ സണ്ണ് ഇവനെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സണ്ണ് കാണുന്നുണ്ട് പീസിനെ ഇവരെ വണ്ടി കയറ്റി കൊണ്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു വണ്ടീനെ ഫോളോ ചെയ്ത് സണ്ണ് പുറകെ പോകുന്നുണ്ട്. പീസിനെ പിടിച്ചുകൊണ്ട് വന്നവർ അവൻ ഏതൊരു ബിൽഡിങ്ങിൽ കൊണ്ട് ഇങ്ങനെ കെട്ടിയിടുന്നുണ്ട് ഒരു കസേരയിൽ. എന്നിട്ട് അവൻ്റെ അടുത്ത് അവൻ്റെ അച്ഛൻ്റെ ഒരു കാര്യമാണ് ചോദിക്കുന്നത്. അവൻ്റെ അച്ഛൻ ഈ ബിസിനസ്സൊക്കെ ചെയ്തിട്ട് കിട്ടുന്ന ക്യാഷ് മുക്കാലും ഒരു ഐലൻഡിലുള്ള ഒരു ബാങ്ക് അക്കൗണ്ടിലാണ് സേവ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നിനക്കറിയാമെന്ന് ഞങ്ങൾക്കറിയാൻ മര്യാദ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരാനായിട്ടാണ് പീസിനോട് ആവശ്യപ്പെടുന്നത്. എന്നാൽ പീസ് തനിക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം പീസിനെ പിടിച്ചുകൊണ്ട് വന്ന ആൾക്കാരുടെ ബോസ് ആണെന്ന് തോന്നുന്നു. അയാളെ ഇവർ കോൾ ചെയ്യുന്നുണ്ട്. പീസിനോട് ചോദിച്ചിട്ട് അവനൊന്നും പറയുന്നില്ല എന്ന് പറയുമ്പോൾ അവനെ ഭീഷണിപ്പെടുത്തി പറയിപ്പിക്കാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ അവരാണെങ്കിൽ പീസിന് നേർക്കൊരു തോക്കൊക്കെ ചൂണ്ടുന്നുണ്ട്. ആ ടൈമിൽ പെട്ടെന്ന് സണ്ണ് അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. സണ്ണ് വന്നിട്ട് ഇവരെ ഷൂട്ട് ചെയ്യുന്ന പോലെ തോക്കെടുക്കുന്നുണ്ട്. ആ ടൈമിൽ ഇവർ എസ്കേപ്പ് ആവുന്നുണ്ട്. ആ ടൈമിന് പെട്ടെന്ന് സണ്ണ് വന്നിട്ട് പീസിൻ്റെ കെട്ടൊക്കെ വെച്ച് അവനെ കൊണ്ടുപോകുന്നുണ്ട്. അവർ പോയി കഴിയുന്നതും പീസിനെ അവിടെ കെട്ടിയിട്ടിരുന്ന 2 ആൾക്കാർ അതും ബോസിനെ വിളിച്ച് അറിയിക്കുന്നുണ്ട്. അതിലൊരു പയ്യൻ അപ്പോൾ അവന് മാസ്ക് മാറ്റുന്നുണ്ടായിരുന്നു. വേറെ ആരും ആയിരുന്നില്ല, നാപ്പായിരുന്നു. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതാണ്. നാപ്പാണെങ്കിൽ ഏതോ ഒരു ഗ്രൂപ്പായിട്ട് ജോയിൻ ചെയ്തത്. അത് ഏത് ഗ്രൂപ്പാണെന്ന് ഇപ്പോഴും റിവീൽ ആയിട്ടില്ല. പക്ഷെ അവൻ തന്നെയാണ് ഈ വർക്ക് ചെയ്തത് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ജുൻഹോനെയും ജിഹൂണിനെയാണ്. ഇപ്പോൾ പീസിൻ്റെ അച്ഛൻ ഹോസ്പിറ്റലൈസ്ഡ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവരാണെങ്കിൽ എല്ലാം തട്ടിയെടുക്കാനുള്ള പ്ലാനിലാണ്. ജിഹൂൺ അവൻ്റെ എന്തൊക്കെയോ പ്ലാനാണെങ്കിൽ ജുൻഹോയ്ക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ അവരാണെങ്കിൽ പീസിൻ്റെ അച്ഛൻ്റെ ഓഫീസിൽ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. സമയം ജിഹൂൺ പറയുന്നുണ്ട്, എങ്ങാനും ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് കിടക്കുന്ന അയാൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്ലാൻ എല്ലാം പൊളിയും. പക്ഷേ അതിന് പിന്നെ നമുക്ക് മറ്റൊരു കാര്യം കണ്ടുപിടിക്കണം. ഇയാൾ ഇത്രയും വലിയ ബിസിനസ്സൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, എന്നിട്ടും ഈ കിട്ടുന്ന ക്യാഷൊക്കെ ഇയാൾ എവിടെയാണ് വെക്കുന്നത് നമുക്കെതിരായിട്ട് അറിയത്തില്ല. അതെങ്ങനെയും കണ്ടുപിടിക്കണം. കാരണം ഈ ക്യാഷ് അങ്ങനെ പെട്ടെന്ന് ഒലിച്ചൊന്നും പോകത്തില്ലല്ലോ. അയാൾ കോടിക്കണക്കിന് ക്യാഷെല്ലാം ഉണ്ടാക്കുന്നത്. എന്നാലും ഇത് എവിടെയായിരിക്കും കൊണ്ടുവയ്ക്കുന്നത് എന്നിങ്ങനെ വിചാരിക്കുമ്പോഴത്തേക്കും ജുൻഹോ പറയുന്നുണ്ട്, അത് മിക്കവാറും പീസിനെ ആരൊക്കെ അറിയാമെന്നുള്ളത്. പീസല്ലേ അയാളുടെ മോൻ, അവനെ പിടിച്ച് വരട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും പുറത്ത് കിട്ടുമെന്ന് പറയുന്നുണ്ട്. ഊണപ്പോൾ ഇനിയിപ്പോൾ അവനെ നമ്മൾ പിടിച്ച് വരട്ടിയെന്നും എല്ലാം വന്നിട്ട് അവൻ്റെ അച്ഛനെങ്ങാനും കോമയെ കിടക്കുന്നതിന് എണീറ്റ് വന്നു കഴിഞ്ഞാൽ അതും നമുക്ക് പണിയാവുമല്ലോ. എന്തൊക്കെയല്ലോ നമുക്ക് പതുക്കെ വേണമെന്നുള്ള പ്ലാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ. കാരണം നമ്മളെ നിരീക്ഷിക്കുന്ന നമ്മൾ പോലും അറിയാത്ത കുറേ പേരുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് ജിൻഹോണെങ്കിൽ ലോബിസ്റ്റ് അല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ ആരും അറിയാതെ ക്ലീനായിട്ട് വേണം ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കാനെന്ന് ജിഹൂൺ തിരിച്ച് പറയുന്നുണ്ട്. അടുത്ത് കാണിക്കുന്നത് സണ്ണിനെയും പിന്നെ പീസിനെയാണ്. ഇപ്പോൾ പീസിനെ അവൻ തിരിച്ച് ആ ഒരു കിഡ്നാപ്പ് ചെയ്ത് കൊണ്ട് പോയവരടുത്ത് നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പീസിന് മുറിവൊക്കെ ഉണ്ടായിരുന്നതിന് ഇങ്ങനെ മരുന്നൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പീസിനോട് ചോദിക്കുന്നുണ്ട്, നിൻ്റെ അച്ഛൻ കോമയിലായതല്ലേ, അപ്പോൾ ആ ടൈം നോക്കിയിട്ട് ജിഹൂണും ജിൻഹോയും കൂടെ ആയിട്ട് നിനക്കിട്ട് പണി തരാൻ നോക്കിയതാണോ, അങ്ങനെ അവർ വല്ലതും നടത്തിയ കിഡ്നാപ്പിംഗ് ആണോ ഇതെന്ന് ചോദിക്കുമ്പോൾ അവർ നടത്തിയതാവാൻ ചാൻസ് ഇല്ല. എൻ്റെ അച്ഛനുമായിട്ട് ആകെ വെല്ലുവിളിക്കാൻ വന്നിട്ടുള്ള ഒരേ ഒരു ആൾക്കാർ മാത്രമാണ്, അത് ഈ ലോബിസ്റ്റാണ്. മുമ്പ് ഈ ലോബിസ്റ്റുകാർ എൻ്റെ അച്ഛനാണെങ്കിൽ ഇവിടെ തിരിച്ച് കൊറിയയിലേക്ക് അയക്കാൻ നോക്കിയതാണ്. എന്നാൽ അച്ഛനാണെങ്കിൽ ഇങ്ങനെ ക്യാഷ് കൊടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് അവരാണെങ്കിൽ അച്ഛനെ ഇവിടെ നിൽക്കാനായിട്ട് സമ്മതിച്ചത്. ഇപ്പം എന്തായാലും അച്ഛനിങ്ങനെ കോമയിലായപ്പോൾ അത് അഡ്വാൻറ്റേജ് ആയതും അവർക്ക് തന്നെ ആയിരിക്കും. മിക്കവാറും അവർ തന്നെ ആയിരിക്കും ചെയ്യാൻ ശ്രമിച്ചെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, കുറച്ച് സമയത്തേക്ക് നമുക്കാണെങ്കിൽ എവിടെയെങ്കിലും പോയി മറങ്ങിയിരിക്കാം, അതാണിപ്പോൾ നല്ലത്. വെറുതെ പോയി അപകടത്തിൽ ചെന്ന് ചാടണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. ആ ഒരു ടൈമിന് തന്നെ പീസാണെങ്കിൽ സണ്ണിനൊന്ന് ഹഗ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രശ്നങ്ങളെല്ലാം ഉണ്ടായതിൻ്റെ ഒരു സങ്കടത്തിൽ. അപ്പോൾ സണ്ണ് അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. രണ്ടുപേരും കിസ് ചെയ്യുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് പീസ് കുളിച്ചിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് സണ്ണാണെങ്കിൽ അവനൊരു ട്രാക്കർ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ഇതിനി എപ്പോഴും കൈ വെച്ചേക്കണം, നിന്നെ ഇനി വീണ്ടും ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയാലോ എനിക്ക് ട്രാക്ക് ചെയ്തിട്ട് നീ ഉള്ള സ്ഥലത്തേക്ക് വരാൻ പറ്റില്ല. നിൻ്റെ ഫോൺ ചിലപ്പോൾ അവർ പിടിച്ച് മാറ്റാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിൻ്റെ ബോഡിയിൽ സെർച്ച് ചെയ്യാത്ത എവിടെയെങ്കിലും ഇത് വച്ചേക്കാനായിട്ട് പറയുന്നുണ്ട്. ഈസാ സമയം സണ്ണിനെ ഇട്ടിങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നതുകൊണ്ട് തന്നെ അവനോട് സോറി പറയുന്നുണ്ട്. സണ്ണ് പോയി സോറി പറയേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മളാണെങ്കിൽ ഒരുമിച്ച് ഇതെല്ലാം മറികടന്ന് പോകും, ഞാൻ തന്നെ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് അടുത്ത ദിവസം പീസാണെങ്കിൽ സണ്ണിൻ്റെ കൂടെ തന്നെയാണ് ഉള്ളത്. പീസ് അങ്ങനെ രാവിലെ സ്മോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിന് അവനെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് ചെറിയും പിന്നെ മൂവയും കൂടെ വരുന്നുണ്ട്. ഇവരെല്ലാവരും കൂടെ ഒരുമിച്ചാണ് ഇനിയിപ്പോൾ കുറച്ച് കാലത്തേക്ക് ഒളിച്ച് താമസിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവർക്ക് താമസിക്കാനായിട്ട് ചെറിയുടെ ഫ്രണ്ടിൻ്റെ ഒരു ഏരിയ അതിങ്ങനെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാമെന്ന് പറയാനാണ് ഇവരിപ്പോൾ വന്നേക്കുന്നത്. അങ്ങനെ അവരെല്ലാവരും നേരെ അങ്ങോട്ടേക്ക്
ചെല്ലുമ്പോഴത്തേക്കും അവിടെ ഇപ്പോൾ ചെറിയുടെ ഒരു ഫ്രണ്ട് ഇവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ആ ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുന്നുണ്ട്. ഫ്രണ്ട് പറയുന്നുണ്ട്, ദേ ആ ഒരു നദിയുടെ അവിടെ കാണുന്ന എൻ്റെ മുത്തശ്ശിയുടെ വീടാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അവിടെ താമസിക്കാം, ആരും അവിടെ അന്വേഷിച്ച് വരത്തില്ല എന്നൊക്കെ. ഇവർ വന്ന കാറ് അത് എവിടെ ഹൈഡ് ചെയ്യൂ നോക്കുമ്പോൾ അത് ഇവിടെ തന്നെ ഇട്ടിരുന്നാൽ മതി, എൻ്റെ വീടല്ലേ, ഇവിടെ പാർക്ക് ചെയ്തിട്ടേക്ക്, ഈ വണ്ടി കവർ ചെയ്തിട്ടേക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ അവരൊരു വണ്ടി കവർ ചെയ്യുന്നുണ്ട്. അവരെല്ലാവരെയും വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തന്നെ വിളിച്ചാൽ മതി, എനിക്കിപ്പോൾ പോകേണ്ട കാര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഒരാൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. ആ ഒരു ടൈമിൽ ചെറിയ മൂവയും കൂടെ ആയിട്ട് നേരെ ആ ഒരു നദി ഇങ്ങനെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. പീസും സണ്ണും പോകാനായിട്ട് നിൽക്കുമ്പോഴത്തേക്കും പീസ് സണ്ണിനെ വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്കാണെങ്കിൽ ലോബിസ്റ്റുകാരായിട്ട് സംസാരിക്കണമെന്നുണ്ട്, അവരുമായിട്ട് മീറ്റ് ചെയ്യാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന്. ആ ടൈമിൽ സണ്ണ്, നിൻ്റെ അച്ഛൻ നിനക്ക് എന്തെങ്കിലും വഴി പറഞ്ഞു തന്നിട്ടുണ്ടാവില്ലേ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും, ഇല്ല അച്ഛൻ ഒരിക്കൽ പോലും പറഞ്ഞു തന്നിട്ടില്ല, പക്ഷേ എനിക്ക് എങ്ങനെയെങ്കിലും അവരുമായിട്ട് കോൺടാക്ട് ചെയ്യണം, ഞാൻ അച്ഛന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനായിട്ട് തിരിച്ച് കൊറിയയിലേക്ക് കൊണ്ടുപോകാം എന്നാണ് തീരുമാനിക്കുന്നത്, അപ്പോൾ അച്ഛൻ്റെ ബിസിനസ് എല്ലാം അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യാമെന്ന് ഞാൻ തീരുമാനിക്കുന്നു എന്ന് പറയുന്നുണ്ട്. സണ്ണ അപ്പോൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ആലോചിച്ച് തീരുമാനിച്ച് ചെയ്യണം, അവർ നമ്മളെ പറ്റിക്കാൻ നല്ല ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഇവരും നേരെ മൂവേരെയും ചെറിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് എല്ലാവരുടെ അടുത്തും ഞാൻ പോയി നമുക്ക് കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് നേരെ അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ അവനാണെങ്കിൽ കഴിക്കാനായിട്ട് ഫുഡൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്ന ടൈമിന് ആരും അവനെ കോൾ ചെയ്യുന്നുണ്ട്. ആ കോളിലുള്ള കാര്യം കേട്ട് കഴിയുമ്പോഴത്തേക്കും അവൻ്റെ മുഖം അങ്ങ് മാറുകയാണ്. പിന്നെ അവനാണെങ്കിൽ നേരെ മിണ്ടാതെ അങ്ങ് വീട്ടിലേക്ക് വരാണ്. വന്നുകൊണ്ട് തന്നെ പീസിൻ്റെ അടുത്ത്, നീ എബ്രോഡ് ഒന്ന് തായ്ലാൻഡിൽ ലാൻഡ് ചെയ്തതിൻ്റെ അന്ന് നീ റെഡ് ലാൻഡ് ഏരിയയിലേക്ക് പോയില്ലേ, എന്തിനാണ് അങ്ങോട്ടേക്ക് പോയെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അതായത് അവൻ വന്നതിൻ്റെ അന്നാണ് സണ്ണിൻ്റെ അച്ഛൻ മരിച്ചത്. ആ ഒരു ഏരിയയിൽ വെച്ചിട്ടായിരുന്നു അവൻ്റെ അച്ഛൻ മരിക്കുകയും ചെയ്തത്. അപ്പോൾ പീസിൻ്റെ അടുത്ത് അവിടെ നീ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നതെന്നാണ് ഇപ്പോൾ ചോദിച്ചത്. അപ്പോൾ നമ്മളെ സണ്ണിനെ കുറച്ച് മുമ്പ് ആരാണ് വിളിച്ചതെന്നുള്ളൊരു ഫ്ലാഷ് ബാക്ക് കാണിച്ചു തരുന്നുണ്ട്. അത് മറ്റാരായിരുന്നില്ല, ജിഹൂൺ തന്നെ ആയിരുന്നു. ജിഹൂൺ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നിൻ്റെ അച്ഛൻ മരിക്കാൻ കാരണം എയിമോ യാവോയോ ആരും തന്നെയല്ല, അതിന് കാരണക്കാരൻ പീസിൻ്റെ അച്ഛനാണ്. പീസിൻ്റെ അച്ഛനാണ് ആൾക്കാർ ഓർഡർ ചെയ്യിപ്പിച്ച് നിൻ്റെ അച്ഛനെ കൊല്ലിപ്പിച്ചത്. അതേ സ്ഥലത്ത് പീസ് അത് കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പീസിനും അവൻ്റെ അച്ഛനും ഇതിൽ പങ്കുണ്ട്. യാവോയാണ് ഇത് ചെയ്തതെന്ന് പീസിൻ്റെ അച്ഛൻ വരുത്തി തീർത്തതാണ്. പിന്നെ അവരെ ഒഴിവാക്കണമെന്നൊരു സിറ്റുവേഷൻ വന്നപ്പോൾ അവരാണ് ചെയ്തതെന്നും പറഞ്ഞ് നിന്നെ അവരെ മുന്നിൽ കൊണ്ടുപോയിട്ട് നിന്നെ കൊണ്ട് അവരെ കൊല്ലിക്കുകയും ചെയ്യിപ്പിച്ചതാണ്. അതും നീ യാവോനെ കൊല്ലുന്നത് വീഡിയോ ആക്കി വെച്ചിട്ടുണ്ട് നിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാനായിട്ട്. നിനക്ക് വിശ്വാസം ഇല്ലെങ്കിൽ നീ തിരിച്ചു പോയിട്ട് പീസിനോട് ചോദിച്ചു നോക്ക്, നിനക്ക് എല്ലാം മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു കാര്യം കേട്ടിട്ടായിരുന്നു സണ്ണി ഇപ്പോൾ വീട്ടിലേക്ക് വന്നിട്ട് പീസിനോട് ഇങ്ങനൊരു കാര്യം ചോദിക്കുമ്പോൾ പീസിനൊരു മറുപടി ഉണ്ടായിരുന്നില്ല. കാരണം സത്യമാണ്, അവൻ്റെ അച്ഛൻ മരിച്ച ഒരു സ്ഥലത്ത് പീസ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അത് നമ്മളെ ഫസ്റ്റ് എപ്പിസോഡിൽ കാണിച്ചൊരു കാര്യമായിരുന്നു. അങ്ങനെ ഇപ്പോൾ പീസ് ആണെങ്കിൽ ഇങ്ങനെ മിണ്ടായിരിക്കുമ്പോൾ തന്നെ സത്യമാണ് താൻ ഇറങ്ങിയെന്ന് സണ്ണിന് മനസ്സിലാവുന്നുണ്ട്. പീസിനോട് ദേഷ്യപ്പെട്ട്, നീ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്, നിൻ്റെ ഫാമിലി എപ്പോഴും എന്തിനാ എൻ്റെ ഫാമിലിയിലോട്ട് കയറി വന്നിട്ട് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് വെച്ചിട്ട് പീസിനെ അവൻ പുറത്തേക്ക് ഇങ്ങനെ വലിച്ചു നിർത്തിയിട്ട് അടിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. ആ സമയം നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. സണ്ണിന് ആ ടൈമിന് ചെറിയ മൂവയെ പോയി തടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്തിനാണ് എപ്പോഴും ഇങ്ങനെ അടി ഉണ്ടാക്കുന്നത്, എന്തിനാണ് എപ്പോഴും ഇങ്ങനെ വയലൻസ് കാണിക്കുന്നത് എന്നൊക്കെ മൂവ ചോദിക്കുന്നുണ്ട്. എന്നാൽ മൂവേനെ തട്ടി മാറ്റിയിട്ട് സണ്ണ് പീസിനെ അടിക്കാനേ പോകുന്നുണ്ട്. എന്നാൽ സണ്ണ് സ്നേഹിക്കുന്ന പയ്യനായതുകൊണ്ട് തന്നെ അവന് പീസിനെ അടിക്കാനായിട്ട് പറ്റുന്നില്ല. അവൻ അവിടെ നിന്ന് നടന്നു പോവാണ്. ആ ടൈമിന് മൂവ വന്നിട്ട് പീസിൻ്റെ അടുത്ത് കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തതെന്ന്. ആ സമയം പീസും കരയുന്നുണ്ട്. ഇതേ ടൈമിന് ഈ കാഴ്ചയെല്ലാം കണ്ടുകൊണ്ട് അവിടെയാണെങ്കിൽ നാപ്പ് ഉണ്ടായിരുന്നു. നാപ്പ് നേരത്തെ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തത് നമ്മൾ അറിഞ്ഞ കാര്യമാണ്. എനിക്ക് തോന്നുന്നത് അവൻ ലോബിസ്റ്റുകാരുമായിട്ടാണ് ജോയിൻ ചെയ്തിരിക്കുന്നതെന്ന്. അത് മാത്രമല്ല നാപ്പ് പിന്നീട് ജിഹൂണുമായിട്ട് മീറ്റ് ചെയ്തായിരുന്നു. ജിഹൂണും അവൻ്റെ അടുത്തൊരു ഹെൽപ്പ് ചോദിച്ചു. അതായത് പീസ് എവിടേക്കാണ് പോകുന്നതെന്ന് ട്രാക്ക് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അത് പറഞ്ഞിട്ട് അവനിലൊരു ട്രാക്കർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ പീസും സണ്ണും മൂവ എല്ലാവരും തന്നെ ചെറിയുടെ ഈ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് വന്ന ആ ഒരു കാറ്, ആ കാറിൻ്റെ അടിയിൽ ഈ നാപ്പാണെങ്കിൽ ഒരു ട്രാക്കർ വെച്ചിട്ടുണ്ടായിരുന്നു. അതുവഴിയാണ് ഇവരിപ്പോൾ കറക്റ്റ് എവിടെയാണ് എത്തിയത് നാപ്പിന് മനസ്സിലായതും നാപ്പും ഇതേ സ്ഥലത്ത് വന്നിട്ട് ഈ നടക്കുന്ന കാര്യങ്ങളെല്ലാം കാണുന്നതും. അതവൻ ഉറപ്പായും ജിഹൂണിനെ അറിയിച്ചിട്ടുണ്ടായിരിക്കും. കാരണം അടുത്ത് ജിഹൂണിനെയും ജുൻഹോനെയും കാണിക്കുമ്പോൾ ഇവിടെ നടന്നതെല്ലാം തന്നെ അവൻ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജിഹൂൺ പറയുന്നുണ്ട്, എന്തൊക്കെ വന്നാലും സണ്ണിന് പീസിനെ കൊല്ലാനായിട്ട് പറ്റത്തില്ല, അവനെ കൊണ്ട് തന്നെ സാധിക്കത്തില്ല, അതുകൊണ്ട് തന്നെ സണ്ണ് ഉടനെ തന്നെ പീസിൻ്റെ അച്ഛനെ പോയി കൊല്ലുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടെന്ന്. എല്ലാം കേട്ടോണ്ടിരിക്കുന്ന ജുൻഹോ മറുപടിയൊന്നും പറയുന്നില്ല. താൻ ഫുഡ് കഴിക്കാനേ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. എന്നാൽ അവൻ നേരെ പോയത് പീസിൻ്റെ അച്ഛൻ കിടക്കുന്ന ഒരു ഹോസ്പിറ്റലിലേക്കായിരുന്നു. അയാളുടെ ഹോസ്പിറ്റൽ റൂമിലേക്ക് പോയിട്ട്, നിങ്ങൾ എപ്പോഴും ഞാൻ ബഹുമാനിച്ചിട്ടേ ഉള്ളൂ, യൂൺ ഇങ്ങനെ കാണിക്കുന്ന പ്ലാനൊക്കെ കാരണം നിങ്ങൾ മരിക്കണമെന്ന് എനിക്കൊരാഗ്രഹമില്ല, നിങ്ങളുടെ മുന്നിൽ എപ്പോഴും നല്ലൊരു മകനായി ഒരു റോൾ മോഡലായിട്ടിരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിച്ചിരുന്നു, പക്ഷേ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ജിഹൂണിനെയും പിന്നെ പീസിനെ ആയിരുന്നു. അതൊന്നും സാരമില്ല, എനിക്കിങ്ങനെ ഒരു ജീവിതം തന്ന നിങ്ങളാണ്, സോ നിങ്ങൾ ജീവിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞിട്ട് അയാൾ കോമയിലാണ് കിടക്കുന്നതെങ്കിൽ പോലും ഇവൻ്റെ തോക്കെടുത്ത് അയാളുടെ കയ്യിൽ ഇങ്ങനെ വച്ചു കൊടുക്കുന്നുണ്ട്. കാരണം ആരെങ്കിലും അറ്റാക്ക് ചെയ്യാൻ വന്നിട്ട് പെട്ടെന്ന് ഇയാൾക്ക് എഴുന്നേക്കാൻ പറ്റി കഴിഞ്ഞാൽ സ്വയം തടുക്കാമല്ലോ, അതിന് വേണ്ടിയിട്ട്. എന്നിട്ട് അവൻ വീണ്ടും അയാളെ നോക്കി പറയുന്നുണ്ട്, നിങ്ങൾ മരിക്കാതെ ജീവനോട് തിരിച്ചു വരുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുമെന്ന് പറഞ്ഞിട്ട് അവൻ തിരിച്ചു പോവാണ്. അടുത്ത് സണ്ണിനെ കാണിക്കുമ്പോൾ സണ്ണ് നേരെ ടാനൊക്കെ ഉള്ള സ്ഥലത്തേക്കാണ് വരുന്നത്. അവിടെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അവൻ തോക്കെടുത്ത് പുറത്തേക്ക് പോകാനേ നിൽക്കുന്നുണ്ട്. സണ്ണിൻ്റെ അച്ഛനെ
കൊല്ലാനായിട്ട്. ഇത് കണ്ട് ടാൻ വന്ന് തടങ്ങിയിട്ട് നീ എന്താ ചെയ്യാൻ പോകുന്ന ഈ സമയത്ത്, തോക്കും കൊണ്ട് ആരെ കൊല്ലാനാ പോകുന്നതെന്ന് വെച്ചിട്ട് അവനെ വിടാനായിട്ട് സമ്മതിക്കാതെ തടങ്ങി നിർത്തുന്നുണ്ട്. സണ്ണങ്ങനെ കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. താനും കൂടെ വരാം, നിന്നല്ലാതെ ഒറ്റയ്ക്ക് വിടത്തില്ല എന്ന് പറഞ്ഞിട്ട് ടാനും സണ്ണും ഒരുമിച്ചാണ് പോകുന്നതും. അത് ഹോസ്പിറ്റലിലേക്ക് കയറി പോകുമ്പോഴത്തേക്കും പീസിൻ്റെ അച്ഛൻ ഏത് റൂമിലാണ് ഉള്ളതെന്ന് ആരെ അറിയിച്ചിട്ടില്ല, കാരണം ഇയാൾക്കൊന്നും സംഭവിക്കാതിരിക്കാനായിട്ട്. അപ്പോൾ അത് മനസ്സിലാക്കിയെടുക്കണം. അതുകൊണ്ട് തന്നെ വിസിറ്റിങ്ങിന് വേണ്ടി പോകുന്ന പോലെ കുറേ ഫ്രൂട്ട്സും വാങ്ങിച്ചാണ് ഇവർ പോകുന്നത്. എന്നിട്ട് അവിടെ ലോബിയിൽ തന്നെ ചോദിക്കുന്നുണ്ട്, ഇതുപോലെ ഇന്ന ആളെ മീറ്റ് ചെയ്യാൻ വന്നതാണ്, ആൾ ഏത് റൂമിലാണ് അഡ്മിറ്റഡ് ആയിരിക്കുന്നതെന്ന് അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇവർ നേരെ അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. ഇവരവിടെ എത്തുന്ന നേരത്ത് പീസിൻ്റെ അച്ഛന് പ്രൊട്ടക്ഷൻ കിട്ടാനായിട്ട് ഒരുപാട് ബോഡി ഗാർഡ്സ് നിൽക്കുന്നുണ്ടായിരുന്നു. അവരെല്ലാവരും തന്നെ സൺ അടിച്ചിടുന്നുണ്ട്. എന്നിട്ട് സണ്ണാണെങ്കിൽ തോക്കും കൊണ്ട് നേരെ ആ റൂമിൻ്റെ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഇതേ ടൈമിന് പീസിനെയും മൂവേനെയൊക്കെ കാണിക്കുവാണെങ്കിൽ ഇവരിപ്പോൾ വീട്ടിലിരിക്കുന്ന ടൈമിന് ചെറിയുടെ ആ ഒരു ഫ്രണ്ട് വർക്ക് കഴിഞ്ഞിട്ട് എല്ലാവർക്കും കഴിയാനായിട്ട് ഫുഡും വാങ്ങിച്ചുകൊണ്ട് വരുന്നുണ്ട്. അങ്ങനെ ഫുഡും വാങ്ങിച്ച് വീട്ടിനകത്തേക്ക് കയറി പോയി കഴിയുമ്പോൾ നാപ്പിൻ്റെ ആൾക്കാർ മാസ്കും വെച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്. അവർ നേരത്തെ ഇങ്ങോട്ടേക്ക് വന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർ തിരിച്ച് പോയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ഇവർ പതുക്കെ വീടിനകത്തേക്ക് ഇങ്ങനെ കയറി വരുന്നുണ്ട്. ഇതേസമയം ഇതൊന്നും അറിയാതെ ആ ഒരു ഫ്രണ്ടായിട്ടുള്ള ആളാണെങ്കിൽ ഫുഡൊക്കെ കൊണ്ട് വെച്ചിട്ട് നമുക്ക് കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും വിളിച്ച് കഴിക്കാനായിട്ട് ഇരിക്കുന്നുണ്ട്. എന്നാൽ പീസാണെങ്കിൽ ഒരുമാതിരി ഇരിക്കുകയാണ്. അപ്പോൾ തനിക്ക് ഫുഡ് വേണ്ടെന്ന് അവൻ പറയുന്നുണ്ട്. വീണ്ടും സണ്ണിനെ കാണിക്കുമ്പോൾ റൂമിൻ്റെ അകത്തേക്ക് കയറിയിട്ട് ഷൂട്ടിൻ്റെ സൗണ്ട് കേൾക്കാതിരിക്കാനായിട്ട് ഒരു തലയാണ് അയാളുടെ മുഖത്തേക്ക് വെച്ചിട്ട് ആ രീതിയിൽ ഷൂട്ട് ചെയ്ത് കൊല്ലാമെന്ന് തീരുമാനിച്ചിട്ട് അതിനുവേണ്ടി അവൻ തയ്യാറെടുക്കുന്നുണ്ട്. അടുത്ത് വീണ്ടും ഇവരെ തന്നെ കാണിക്കുമ്പോഴത്തേക്കും ഇവർ ഫുഡ് കഴിച്ച് തുടങ്ങാനായി നിൽക്കുന്ന സമയത്താണ് ഈ നാപ്പെല്ലാം തന്നെ പതുക്കെ ഡോർ ഓപ്പൺ ചെയ്തിട്ട് ഇവരെല്ലാവരും ബോധം കെടുത്താനായിട്ട് റൂമിൻ്റെ അകത്തേക്ക് സ്മോക്ക് കടത്തി വിടുന്നത്. അപ്പോൾ പതുക്കെ ഈ സ്മോക്ക് വരുന്നതും എല്ലാവരും ഇങ്ങനെ ചുമച്ചു തുടങ്ങുന്നുണ്ട്. അപ്പോൾ എന്താ കാര്യമൊന്നും മനസ്സിലാവുന്നില്ല. പീസ് നോക്കുമ്പോഴത്തേക്കും ഇവരിങ്ങനെ സ്മോക്ക് കയറ്റിയിടുന്ന അവന് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അങ്ങനെ ഉടനെ തന്നെ ജനലെല്ലാം തുറക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഓൾറെഡി ഈ ആൾക്കാരൊക്കെ തന്നെ ജനലെല്ലാം ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പുറത്തുനിന്ന്. അങ്ങനെ ഇവർ ഓരോരുത്തരായിട്ട് തലകറങ്ങി വീഴുന്നുണ്ട്. എല്ലാവരും ബോധം കെട്ട് വീണ് കഴിയുമ്പോഴത്തേക്കും ഈ നാപ്പ് ആൾക്കാർ അകത്തേക്ക് കയറുന്നുണ്ട്. എല്ലാവരും ബോധം പോയി എന്നൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. ഗണ്ണിനെ കാണിക്കുമ്പോൾ ഗണ്ണിൻ്റെ സൗണ്ട് കേൾക്കാതെ ഷൂട്ട് ചെയ്യാമെന്നാണ് ഫസ്റ്റ് വിചാരിച്ചത്. എന്നാൽ പിന്നെ വേണ്ടെന്ന് കരുതി ആ ഒരു തലേനെ എടുത്ത് മാറ്റുന്നുണ്ട്. പീസിൻ്റെ അച്ഛൻ്റെ അടുത്ത് അവൻ സംസാരിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. അതായത് നിങ്ങൾ കോമയിൽ നിന്ന് എണീക്കണം, നിങ്ങളെ കൊല്ലാമോ എന്ന് ആരാണ് നിങ്ങൾ കാണണം, നിങ്ങൾ മുമ്പ് കൊല്ലാനായിട്ട് ഏൽപ്പിച്ച സോങ് ബുക്കിൻ്റെ മകനാണ് ഞാനാണ് നിങ്ങളെ കൊല്ലാൻ പോകുന്നത്, നിങ്ങൾ വേഗം കണ്ണു തുറക്ക്, നിങ്ങൾ കണ്ണു തുറത്തിരിക്കുമ്പോൾ തന്നെ നിങ്ങളെ ഞാൻ കൊല്ലൂ എന്നൊക്കെ പറയുന്നുണ്ട്. അതേസമയം പുറത്ത് ഇവർ കുടുങ്ങുന്നൊരു സിറ്റുവേഷൻ ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ടാൻ ഒന്ന് അകത്തേക്ക് നിന്നിട്ട് സൺ വാ പെട്ടെന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് അവനെ വലിച്ചെടുത്തുകൊണ്ട് പോകുന്നുണ്ട്. കാരണം പുറത്ത് ഒരുപാട് ബോഡി ഗാർഡ്സ് കൂടിയിട്ടുണ്ടായിരുന്നു. അവരെ കണ്ണു വെട്ടിച്ച് ഇവർ ഓടുന്നുണ്ട്. എന്നാൽ അവരിവരെ കാണുന്നുണ്ട്. അങ്ങനെ എങ്ങനെയൊക്കെയോ ഇവരാണെങ്കിൽ അവരടുത്ത് എസ്കേപ്പ് ആയിട്ട് ഇവരെ വണ്ടിയെടുത്ത് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ പോകുന്നുണ്ട്. അതേ ടൈമിന് പീസിൻ്റെ അച്ഛനെ കാണിക്കുകയാണെങ്കിൽ ഇപ്പോൾ അയാൾ പതുക്കെ കണ്ണു തുറക്കുന്ന കാണിക്കുന്നുണ്ട്. അതും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ആവുന്നത്. സോ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ഇട്ട് വരുന്നവരെ ബൈ.